ഹായ്, ഞാൻ സായിദ് പയ്യന്നൂർ, സൈക്കോളജിസ്റ്റാണ്. നാർസിസ്റ്റിനെ അല്ലെങ്കിൽ നാർസിസ്റ്റിൻ്റെ കൂട്ടാളികളെ എങ്ങനെ ഒതുക്കാം, അല്ലെങ്കിൽ എങ്ങനെ അവരെ വരച്ച വരയിൽ നിർത്താം, ഈ വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ വീഡിയോ. അതുകൊണ്ട് തന്നെ തുടക്കം മുതൽ ഒടുക്കം വരെ, അവസാനം വരെ കൃത്യമായി ശ്രദ്ധിച്ച് കേൾക്കുക. ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നാർസിസ്റ്റിനെ നമ്മൾ വരച്ച വരയിൽ നിർത്തണമെന്നുണ്ടെങ്കിൽ നാർസിസ്റ്റ് എന്താണെന്നും അവർ ചെയ്യുന്ന തന്ത്രങ്ങൾ എന്തൊക്കെയാണെന്നും കൃത്യമായി പഠിച്ചിരിക്കണം. അപ്പോൾ അതിന് നമ്മൾ നന്നായിട്ട് ഈ വിഷയത്തിൽ ജ്ഞാനം ഉണ്ടാക്കണം. അതിന് പറ്റുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ഉപയോഗപ്പെടുത്തണം. യൂട്യൂബ് വീഡിയോസ് ആവട്ടെ, പുസ്തകങ്ങളാവട്ടെ, എന്തുമാവട്ടെ, എക്സ്പേർട്ടിൻ്റെ ടോക്ക് അടക്കം എല്ലാ കാര്യങ്ങളും മാക്സിമം ഉപയോഗപ്പെടുത്തി നാർസിസ്റ്റ് എന്തൊക്കെ തന്ത്രങ്ങൾ മെനയുമെന്ന് പഠിച്ചിരിക്കണം. ഗിൽറ്റ് ട്രിപ്പിങ്, ഹൂവറിങ്, ഐഡിയലൈസേഷൻ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, പ്രൊജക്ഷൻ, മാനിപ്പുലേഷൻ, ഗ്യാസ് ലൈറ്റിംഗ്, എവറിത്തിങ്, നാർസിസ്റ്റുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ആർക്ക് അറിഞ്ഞിരിക്കണം? വിക്ടിം അറിഞ്ഞിരിക്കണം. അതിന് നന്നായി പഠിക്കണം. നിങ്ങൾ പഠിക്കുന്ന സമയത്ത് പല ആൾക്കാരും പുച്ഛിക്കും, എന്താണ് ഇത് ഇത്രത്തോളം നോക്കാൻ, എന്താണ്? പല ആൾക്കാരും കളിയാക്കും, യൂട്യൂബൊക്കെ നോക്കിയിട്ടാണ് നിങ്ങൾ പഠിക്കുന്നത്. അങ്ങനെ പലതും എന്ത് പറഞ്ഞാലും നിങ്ങൾ അതിൽ വിട്ടുവീഴ്ച ചെയ്യരുത്. നന്നായിട്ട് അവരെ പറ്റി മനസ്സിലാക്കിയിരിക്കണം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നാർസിസ്റ്റിൽ നിന്ന് രക്ഷപ്പെട്ട മിക്ക ആൾക്കാരും അവർ ഇത്തരം കാര്യങ്ങൾ പഠിച്ചതുകൊണ്ടാണ്. പഠിക്കാത്ത രക്ഷപ്പെട്ട ആരുമില്ല. അതുകൊണ്ട് തന്നെ ഇവരെപ്പറ്റി നന്നായി ധാരണ ഉണ്ടാക്കണം. അതിന് നിങ്ങൾ എന്ത് മേഖലയും ഉപയോഗപ്പെടുത്താം. അതിനൊരു മടിയും നാണക്കേടും വിചാരിക്കേണ്ട ആവശ്യമില്ല. അതിനുവേണ്ടി കുറച്ച് പൈസ ചിലവാക്കിയാലും നിങ്ങൾക്ക് നഷ്ടമില്ല. അതുകൊണ്ട് തന്നെ നാർസിസ്റ്റിനെ പറ്റി പഠിക്കുക എന്നുള്ളത് മുടക്കരുത്. മാത്രവുമല്ല, ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ഉപകാരം എന്ന് പറഞ്ഞാൽ, അവർ ഏത് ടെക്നിക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാലും, എന്ത് ടെക്നിക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാലും നമുക്ക് കൃത്യമായിട്ട് മുൻകൂട്ടി അറിയാൻ സാധിക്കും. നാർസിസ്റ്റിനെ പറ്റി പൊതുവെ പറയുന്നൊരു കാര്യമുണ്ട്, അവർ അൺപ്രഡിക്റ്റബിൾ എന്നാണ്. ഡ്രമാറ്റിക്, അൺപ്രഡിക്റ്റബിൾ. ഞാൻ പറയുന്നതല്ല, നാർസിസ്റ്റിനെ പറ്റി പുസ്തകങ്ങളിലുള്ളത് തന്നെ അങ്ങനെയാണ്. അൺപ്രഡിക്റ്റബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ പെരുമാറുമെന്ന് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റൂല എന്നാണ്. പക്ഷേ നിങ്ങൾക്കൊരു സന്തോഷ വാർത്തയുണ്ട്, നാർസിസ്റ്റിനെ പറ്റി നിങ്ങൾ കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ അവർ ഏതൊക്കെ രീതിയിൽ മൂവ് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് ഏകദേശം ഒരു ധാരണ കിട്ടും. അതിനനുസരിച്ച് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കും. അടുത്ത അടവ് എന്താണ് ഉപയോഗിക്കുക, ആരൊക്കെ കൂട്ടുപിടിക്കാൻ സാധ്യതയുണ്ട്, അവർ വന്നിട്ട് എന്തൊക്കെ കാര്യങ്ങൾ പറയും എന്നൊക്കെ കൃത്യമായിട്ട് മുൻകൂട്ടി അറിയാൻ സാധിക്കും. അതിനനുസരിച്ച് പ്രിക്കോഷൻ, മുൻകരുതൽ എടുക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നന്നായിട്ട് നാർസിസ്റ്റിനെ പറ്റി പഠിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത്, നല്ല രീതിയിൽ ശാരീരികമായ മാനസികമായ കരുത്ത് നേടുക എന്നുള്ളതാണ്. ശാരീരികമായ കരുത്ത് എങ്ങനെ നേടാം? വ്യായാമങ്ങൾ നന്നായി ചെയ്യുക, ഡയറ്റ് സൂക്ഷിക്കുക, ഉറക്കം എഴുന്നേൽക്കലൊക്കെ കൃത്യമാക്കുക. അങ്ങനെ നമ്മൾ ശരീരത്തെ സംരക്ഷിക്കുക. അതേപോലെ തന്നെ മനസ്സിനെയും നല്ല രീതിയിൽ സ്ട്രോങ് ആക്കി വെക്കുക. മനസ്സിനെ സ്ട്രോങ് ആക്കുക എന്നുള്ളത് എളുപ്പമല്ല. പ്രത്യേകിച്ച് നാർസിസ്റ്റ് വിക്ടിമിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്, അവരെപ്പോഴും ഫ്യൂച്ചറിനെ പറ്റി ആകുലതയുണ്ടാവും. കഴിഞ്ഞ കാലങ്ങളെപ്പറ്റി ചിന്തിച്ച് വിഷമാവസ്ഥയിലായിരിക്കും. പൊതുവേ ഞാൻ പറയാറ്, കപ്പലിൽ ആടി ഉലയുന്ന കപ്പലിലുള്ള ഒരു വ്യക്തിയെ പോലെ ആയിരിക്കും. അവർക്ക് എപ്പോഴും ടെൻഷനായിരിക്കും, വല്ലായ്മയായിരിക്കും, കുറ്റബോധങ്ങൾ ചില ആൾക്കാർക്ക് ഉണ്ടാവും. അതേപോലെ തന്നെ ആൻസൈറ്റി എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ, ആടി ഉലഞ്ഞൊരവസ്ഥയിലാണ് വിക്ടിം. ആ അവസ്ഥ മാറി നല്ല കാമായി, നല്ല പ്ലസൻ്റ് ആയിരിക്കുന്ന അവസ്ഥ ഉണ്ടാവുക. പ്രത്യേകിച്ച് നമുക്കറിയാം, നമ്മൾ റിയാക്ട് ചെയ്യുന്നത്, ദേഷ്യപ്പെടുന്നത്, സങ്കടപ്പെടുന്നതൊക്കെ ഇവർക്ക് ഹരമാണ്, ഇവർക്ക് ഊർജ്ജം കൂട്ടും. അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല രീതിയിൽ മൈൻഡ്ഫുൾനെസ്സൊക്കെ പ്രാക്ടീസ് ചെയ്ത്, മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞാൽ പ്രസൻറ്റിൽ ജീവിക്കുന്ന അവസ്ഥ, പാസ്റ്റിലേക്കോ ഫ്യൂച്ചറിലേക്കോ പോവാതെ പ്രസൻറ്റിൽ കാം ഡൗണായി ഇരിക്കുന്ന അവസ്ഥയാണ് മൈൻഡ്ഫുൾനെസ്. അതിന് ഒരുപാട് മെത്തേഡുകളുണ്ട്, ടെക്നിക്കൊക്കെ ഉണ്ട്, എക്സസൈസ് ഉണ്ട്. അതൊക്കെ പഠിച്ച് നല്ല രീതിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത് നല്ല രീതിയിൽ നടപ്പിലാക്കി നമ്മുടെ മനസ്സിനെ സജ്ജമാക്കുക. അതിന് നിങ്ങൾക്ക് തനിച്ച് പറ്റുന്നില്ലെങ്കിൽ എക്സ്പേർട്ടുകളെ സമീപിക്കുക. തെറാപ്പിസ്റ്റിൻ്റെയൊക്കെ സഹായത്തോടു കൂടി നിങ്ങളെ മനസ്സിനെ കരുത്തുണ്ടാക്കുക, നല്ല സ്ട്രോങ് ഉണ്ടാക്കുക. എന്തും നേരിടാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് മനസ്സിനെ കൊണ്ടുപോവുക. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇവർ ചെയ്യുന്ന ഒരു ക്രൂരതയും ഒരു തോന്നിവാസവും ഒരു തെമ്മാടിത്തരവും നിങ്ങളെ ഏൽക്കില്ല. നിങ്ങളെ മനസ്സിനെ ബാധിക്കുന്ന വിഷയമേ ആവൂല. മാത്രവുമല്ല, അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇവർക്ക് നിങ്ങളെ എപ്പോഴും ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടേയിരിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ മനസ്സും ശരീരവും ഒരുങ്ങുക, നല്ല രീതിയിൽ കരുത്ത് സംഭരിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ അറിവ് കൃത്യമായി ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. പല ആൾക്കാർക്കും നാർസിസ്റ്റ് എന്താണ്, അവർ ഏതൊക്കെ തന്ത്രങ്ങൾ ഉപയോഗിക്കുന്നൊക്കെ അറിയും. പക്ഷേ അവർ ആ തന്ത്രം ഉപയോഗിക്കുന്ന സമയത്ത് ഒന്നുമല്ലാത്ത അവസ്ഥയിൽ ഫ്രീസ് ആയിട്ട് ഇങ്ങനെ നിൽക്കും. പ്രതികരിക്കാൻ പറ്റൂല, പ്രതികരിക്കാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥ ഉണ്ടാവരുത്. പ്രത്യേകിച്ച് ട്രോമ ബോണ്ടിങ്ങിൽ പെട്ട
ആൾക്കാർ. ട്രോമ ബോണ്ടിങ്ങിൽ പെട്ട ആൾക്കാർക്ക് കൃത്യമായിട്ട് അറിയും, ഞാൻ ട്രോമ ബോണ്ടിങ്ങിലാണ്, ഞാൻ ഈ അവസ്ഥയിൽ പോയി കഴിഞ്ഞാൽ കുടുങ്ങും, എൻ്റെ ജീവിതം ആകെ ഇല്ലാതാവും. പക്ഷേ അവർക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ താല്പര്യം ഉണ്ടാവില്ല, രക്ഷപ്പെടാൻ അവർ ശ്രമിക്കുകയില്ല. പ്രത്യേകിച്ച് അവരുടെ അറിവ് ആ സമയത്ത് അവർ ഉപയോഗപ്പെടുത്തൂല. അതിനാണ് ഞാൻ രണ്ടാമത്തെ ഒരു കാര്യം പറഞ്ഞത്, നിങ്ങൾ അറിവുണ്ടാക്കുക, അതേപോലെ മാനസികമായി കരുത്ത് നേടുക. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങളുടെ അറിവ് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. പ്രത്യേകിച്ച് മനസ്സ് എന്ന് പറയുന്നത് കലങ്ങിയ കുളം പോലെയാണ്. ആ കലങ്ങിയ കുളം എന്ന് പറയുന്നത് നല്ല തെളിനീര് പോലെ ആവേണ്ടതുണ്ട്. അതിന് നമുക്ക് ഈ അറിവ്, നാർസിസിസ്റ്റിനെ പറ്റി പഠിച്ച അറിവും ഉപയോഗപ്പെടുത്താം. അതേപോലെ തന്നെ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്ത് നമ്മളെ മനസ്സിനെ കരുത്താക്കിയിട്ടുണ്ടാവുമല്ലോ, അതും ഉപയോഗപ്പെടുത്താം. അങ്ങനെ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ എവിടെ എങ്ങനെ നീങ്ങണമെന്ന് കൃത്യമായി നമുക്കൊരു ധാരണ കിട്ടും. അപ്പോൾ അത് കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്താം. അറിവുണ്ടായാൽ പോരാ, അറിവ് കൃത്യമായ സമയത്ത് തന്നെ ഉപയോഗപ്പെടുത്തണം. നാലാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ബൗണ്ടറി സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളൊരു അതിർവരമ്പ് നിശ്ചയിക്കണം. ആർക്ക്? നാർസിസ്റ്റിന് മാത്രമല്ല, നാർസിസ്റ്റിൻ്റെ കൂട്ടാളികൾക്കും, ഇനേബിളേഴ്സിനും, അതേപോലെ ഫ്ലൈ മങ്കീസിനൊക്കെ അവരെ ഈ അതിർവരമ്പ് കടന്ന് മുന്നോട്ട് വരാൻ സമ്മതിക്കരുത്. അങ്ങനെ സമ്മതിക്കാതിരിക്കണമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിന് സ്ട്രോങ് ഉണ്ടാവണം, നിങ്ങൾക്ക് നല്ലൊരു എന്തുണ്ടാവണം, കോൺഫിഡൻസ് ഉണ്ടാവണം. അത് നേരത്തെ പറഞ്ഞ പ്രവൃത്തിയിൽ നിങ്ങൾക്ക് കിട്ടും. ആ ഒരു അവസ്ഥയിൽ നിങ്ങൾ നിന്ന് കഴിഞ്ഞാൽ നാർസിസിസ്റ്റ് പേടിച്ച് പിന്നോട്ട് പോകും, അല്ലെങ്കിൽ അവർ വെപ്രാളപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ അടുത്ത് കൂടുതൽ അബദ്ധങ്ങൾ ഉണ്ടാവുകയും അത് എല്ലാവർക്കും തിരിച്ചറിയാൻ സാധിക്കുകയും ചെയ്യും. നേരെ മറിച്ച് നിങ്ങൾ അപ്സെറ്റ് ആണെങ്കിൽ നിങ്ങളുടെ അടുത്ത് കൂടുതൽ അബദ്ധം ഉണ്ടാവും. നിങ്ങൾ പൊട്ടിത്തെറിക്കും, നിങ്ങൾ ദേഷ്യപ്പെടും, സങ്കടപ്പെടും. ഇതൊക്കെ അയാൾക്ക് പറഞ്ഞ് മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ ബൗണ്ടറി സെറ്റ് ചെയ്യുക, ആ ബൗണ്ടറി കൃത്യമായി കീപ്പ് ചെയ്യാം. അതിന് മൈൻഡ്ഫുൾനെസ് അടക്കമുള്ള പ്രാക്ടീസ് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നല്ല സോഷ്യൽ സപ്പോർട്ട് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളെ മനസ്സിലാക്കാൻ ആരും ഉണ്ടാവില്ല. പ്രത്യേകിച്ച് നിങ്ങളെ മാതാപിതാക്കൾ ഉണ്ടാവില്ല, നിങ്ങളെ പാർട്ട്നേഴ്സ് ഉണ്ടാവില്ല, നിങ്ങളെ മക്കൾ പോലും ഉണ്ടാവില്ല. എന്തിന്? സുഹൃത്തുക്കൾ ആരും നിങ്ങൾക്ക് സപ്പോർട്ട് ഉണ്ടാവണമെന്നില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ സോഷ്യൽ സപ്പോർട്ട്, ആരെങ്കിലും നിങ്ങളെ അവസ്ഥ മനസ്സിലാക്കുന്നുണ്ടോ നോക്കുക. ഉണ്ടെങ്കിൽ അവരെ സപ്പോർട്ട് സീക്ക് ചെയ്യാം. ഇനി ആരെയും കിട്ടുന്നില്ല, നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ ആരെയും കിട്ടുന്നില്ലെങ്കിൽ നാർസിസിസ്റ്റ് വിഷയത്തിൽ ഇടപെടുന്ന സൈക്കോളജിസ്റ്റുകളെ സമീപിക്കാം. അപ്പോൾ അവരെ സമീപിച്ച് കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് വേണ്ട സപ്പോർട്ടും വേണ്ട അസിസ്റ്റൻസും പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ അങ്ങനെ സപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഓരോ സമയത്ത് എങ്ങനെ ഇടപെടണമെന്ന് കൃത്യമായ ധാരണ കിട്ടും, നല്ലൊരു കോൺഫിഡൻസും ആത്മവിശ്വാസം കിട്ടുകയും ചെയ്യും. അവസാന പോയിൻ്റ് എന്ന് പറയുന്നത് കൃത്യസമയത്ത് ഉചിതമായ തീരുമാനം എടുക്കുക എന്നുള്ളതാണ്. ചില സമയത്ത് നമുക്ക് പാർട്ട്ണറാണെങ്കിൽ അവരെ ഒഴിവാക്കേണ്ടി വരും. ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ തന്നെ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും. അതൊക്കെ എങ്ങനെ നേരിടാം? ഇനി ഒഴിവാക്കുന്നില്ല, മുന്നോട്ട് പോയേ തീരുമെങ്കിൽ അത് ഏതൊക്കെ രീതിയിൽ ചെയ്യാം, നമ്മളെ ബാധിക്കാത്ത രീതിയിൽ എങ്ങനെയൊക്കെ നോ കോണ്ടാക്ട് റൂൾ സെറ്റാക്കി മുന്നോട്ട് പോകാം, ഇതൊക്കെ പഠിച്ച് കൃത്യമായി തീരുമാനമെടുത്ത് നടപ്പിലാക്കുക എന്നുള്ളതാണ് ലാസ്റ്റ് പോയിന്റ്. ഇത്തരം കാര്യങ്ങൾ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് നാർസിസിസ്റ്റിനെ ഒരു തരത്തിൽ ഒതുക്കാൻ സാധിക്കും. അപ്പോൾ ഇതിന് നിങ്ങൾക്ക് തനിയെ പറ്റുന്നില്ലെങ്കിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കഴിയുന്ന എക്സ്പേർട്ടുകളുടെ സപ്പോർട്ട് തേടാം. വീണ്ടും കാണാം. നന്ദി.